ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിന്നൊരു 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് അരിത്തമെറ്റിക്കിലെ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 3/4 ഓഫ് ദ പെർസെൻറ്റേജ് ഓഫ് റാം ഈസ് ഈക്വൽ ടു 2/3 ഓഫ് പെർസെൻറ്റേജ് ഓഫ് ശ്യാം. 4 years ago, if sum of റാം ആൻഡ് ശ്യാം വാസ് 60 years, then find the percentage of റാം. അപ്പം അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് എഴുതിയേക്കാം. 3/4 ഓഫ് റാം ഈസ് ഈക്വൽ ടു 2/3 ഓഫ് ശ്യാം. നമ്മളത് എന്നിട്ട് ഇതിനെ നമ്മളൊരു റേഷ്യോയുടെ ഫോമിലേക്ക് മാറ്റുകയാണ്. അപ്പം 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8ഉം 9ഉം വരും. അപ്പം രാം ഈസ് ടു ശ്യാം ഈസ് ഈക്വൽ ടു 8:9 വരും. നമ്മളതിനെ ഒരു എന്താ പറയുക എക്സും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുകയാണ് റേഷ്യോയിലായതുകൊണ്ട്. അപ്പം 4 years ago എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ സം 60 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 8x + 9x 17x വരും. 4 years ago ആയതുകൊണ്ട് -4 രണ്ടുപേരുടെയും -4 years നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 17x - 8 = 60 എന്നുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. 17x = 68 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ x = 4. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റാമിൻ്റെ പെർസെൻറ്റേജ് ആണ്. അപ്പം 8x ആണ് റാമിൻ്റെ പെർസെൻറ്റേജ്. 8x is equal to 8 into 4. നമുക്ക് 32 years കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The ratio of length of a rectangle to its perimeter is 2:7. Then find the ratio of breadth to length of the rectangle. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ലെങ്ത് ബൈ പെരിമീറ്റർ എന്ന് പറയുന്നത് 2:7 എന്നാണ്. നമുക്കിത് ഒന്ന് വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും. 2x എന്നാണ് നമ്മൾ ലെങ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2x എന്നും പെരിമീറ്ററിനെ 7x എന്നും തന്നിട്ടുണ്ട്. അപ്പം ഒരു സൈഡാണ് 2x, രണ്ട് സൈഡ് ആകുമ്പോഴത്തേക്കും 4x ആകും അല്ലേ? ഈ രണ്ട് 4xും ഒരു രണ്ട് ബ്രെഡ്ത്തും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 7x എന്ന് കിട്ടുന്നത്. അപ്പോൾ 7x - 4x = 3x എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 7x ഇതിൽ പെരിമീറ്ററും 4x ഇതിൽ ലെങ്താണ്. 2 ഇൻറ്റു ലെങ്താണ് 4x, 2 ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് 3x. അപ്പം നമുക്ക് ഒരു ബ്രെഡ്ത്ത് എന്നുള്ളത് 3/2 = 1.5x എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്തിൻ്റെ റേഷ്യോ ആണ്. അപ്പം ബ്രെഡ്ത്ത് 1.5x ആണെങ്കിൽ നമുക്ക് 2x ആണ് ലെങ്ത് ഉള്ളത്. അപ്പം 1.5x = 2x, 3:4 എന്നുള്ളതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള റേഷ്യോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 3 friends A, B and C invest in a business 7:8:5. After 8 months, B withdraws half of his capital and C increases his capital by 60%. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് എയും ബിയും സിയും 3 റേഷ്യോയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 7:8:5 അല്ലേ? എന്നിട്ട് 8 മാസം കഴിഞ്ഞിട്ട് ബിയുടെയും സിയിലും ചേഞ്ച് വരുന്നുണ്ട്, എയിൽ ചേഞ്ച് വരുന്നില്ല. അപ്പം ആദ്യമേ നമുക്ക് റേഷ്യോ എഴുതാം. 7, ബിക്ക് 8, സിക്ക് 5. ഓക്കെ. ആഫ്റ്റർ 8 months എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലേ? ബി വിഡ്രോസ് ഹാഫ് ഓഫ് ഹിസ് ക്യാപിറ്റൽ. അപ്പോൾ എന്താ ചെയ്യുക? 8 × 8 എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ 8 months ബിയുടെ ആവും. പിന്നെ 4 months ആണ്. പക്ഷെ 4 months 8 ഉണ്ടോ? ഇല്ല, ഹാഫ് ഓഫ് ക്യാപിറ്റലേ ഉള്ളൂ. അപ്പോൾ 4 × 4 വരും. ഇനി സിയുടെ കാര്യത്തിൽ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? സി ഇൻക്രീസസ് ഹിസ് ക്യാപിറ്റൽ ബൈ 60% എന്നാണ്. അപ്പം സിയുടെ ആദ്യത്തെ ക്യാപിറ്റൽ നമ്മൾ 100 ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. 100 ആയിട്ട് എടുത്താൽ അത് 160 ആകുന്നു. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 8 ആകുന്നു, 5 8 ആകുന്നു. അപ്പം 8/5 ഇൻക്രീസ് ആവുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ 5 ആണ് കയ്യിലുള്ളത്. അപ്പം 8/5 ഇൻക്രീസ് ആയാൽ എത്ര കിട്ടും? 8 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ 8 എന്ന് എഴുതി. അത് അവസാനത്തെ 4 months ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ക്യാപിറ്റൽ കിട്ടുന്നത്. 5 × 8 + 8 × 4 അതാണ് സിയുടെ ടോട്ടൽ ക്യാപിറ്റൽ. എയ്ക്ക് ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എയുടെ 12 months അതുപോലെ തന്നെ എഴുതാം. ഇനി കോമൺ ഉള്ളത് നമ്മൾ കട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ കോമൺ ഉള്ളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ എയുടെ അവിടെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി. 4 വെച്ച് കട്ട് ചെയ്തപ്പോൾ ബിയുടെ അവിടെ 2
പ്ലസ് കഴിഞ്ഞുള്ളതിൽ 1, സിയിലും 8 കട്ട് ചെയ്ത് 2, സിയിൽ 8 കട്ട് ചെയ്ത് 2. ഇനി നമുക്ക് വേറെ കോമൺ ഒന്നുമില്ല, ഇവിടെ 3ഉം 7ഉം ആണ് എയിൽ കിടക്കുന്നത്, അതുകൊണ്ട് കോമൺ ഒന്നുമില്ല. അപ്പോൾ ഇൻറ്റു ചെയ്ത് എഴുതാം. 21, 8 × 2 16 + 4 20, 5 × 2 20 പ്ലസ് 5 × 2 10 പ്ലസ് 4 × 2 8. അങ്ങനെ 21:20:80 എന്നുള്ള റിക്വേർഡ് റേഷ്യോ ആണ് നമുക്ക് അവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ചോദ്യം. Average weight of a class is 45 kg and the average weight of the boys in the class is 48 kg. If the total number of students in class is 40 and total number of boys in the class is 15, find the average weight of girls. ഓക്കെ, ബോയ്സ് ഗേൾസും തമ്മിലുള്ള റേഷ്യോ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താം. റേഷ്യോ കണ്ടുപിടിക്കുന്നത് ക്വസ്റ്റ്യൻ എളുപ്പമാക്കാനാണ്. ഇപ്പോൾ ബോയ്സ് 15ഉം ഗേൾസ് 25 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 3:5 എന്നുള്ള റേഷ്യോയിൽ വരും. അത് നമ്മൾ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ചെറിയ റേഷ്യോയിലോട്ട് എഴുതുന്നത്. ആവറേജ് ചേഞ്ച് വരത്തില്ല. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ് 45 ആണെന്നാണ്. അപ്പോൾ നമ്മൾ 45 = ബോയ്സിൻ്റെ വെയിറ്റ് 3. നമ്മളിപ്പോൾ ബോയ്സിന് നമ്മൾ 3 ബോയ്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. 3 ബോയ്സ് ഇൻറ്റു വെയിറ്റ് 48, ബാക്കി ഗേൾസ് 5 ഇൻറ്റു എക്സ്. ഗേൾസിൻ്റെ ആവറേജ് വെയിറ്റ് നമുക്കറിയില്ല, അപ്പോൾ 5 ഇൻറ്റു എക്സ് എഴുതണം. ശേഷം താഴെ നമ്മുടെ ടോട്ടൽ ഇപ്പോൾ 8 ആണ്, നമ്മളത് എഴുതി. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 45 × 8 360, 48 × 3 144 എന്ന് കിട്ടും. 144 പ്ലസ് 5 × x 5x. അപ്പോൾ 5x = ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 216 എന്നുള്ള വാല്യൂ കിട്ടും. x = 5 4 ടൈംസ് 16ൽ 3 ടൈംസ് പിന്നെ ഒരു 1 ബാക്കി വരും, അതിൽ 2 ടൈംസ്. അത് പോയിൻ്റ് ആണ്. 43.2 കിലോഗ്രാം ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. അതാണ് നമ്മുടെ ആവറേജ് വെയിറ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, എ ബാഗ് കണ്ടെയ്ൻസ് 8 ബ്ലൂ ബോൾസ്, 10 green balls and 6 grey balls. If a ball is picked randomly from the bag, then probability of ball being grey. പ്രോബബിലിറ്റിയിലൊരു ചോദ്യമാണ്. അപ്പോൾ ടോട്ടൽ 24 ബോൾ ഉണ്ട്. അതിനെ നമുക്ക് അതിൽ നിന്ന് ഒരു ബോൾ എടുക്കണം. അപ്പോൾ 24C1. അതിൽ ഗ്രേ ബോൾ 6 ആണ്, അതിൽ നിന്ന് 1 വരണം, അതായത് 6C1. ഇത് നമുക്ക് സിമ്പിളായിട്ട് 6/24 എന്ന് എഴുതാം. പിന്നെ കാൽക്കുലേഷൻ കാണിക്കാൻ വേണ്ടിയാണ് 6C1 എന്നും 24C1 എന്നും കാണിച്ചത്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/4 എന്നുള്ള വാല്യൂ കിട്ടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സെഷൻ ഇതുപോലുള്ള സെഷൻ ഇനിയും വരും. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കിടയിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.